നമ്മളെ ഗോപ്ര കയ്യിൽ കിട്ടി. നമ്മൾ മറ്റേ ഒരു സ്ഥലത്തേക്കും കൂടി പോന്ന്. വാ ഇങ്ങോട്ട്, എങ്ങോട്ട് വാ ഇങ്ങോട്ട്, ആടെയാന്ന് ഉണ്ട്. വാ ഇതാ ഇവിടെ ഒരു വലിയൊരു ഇതുണ്ട് അല്ലേ, അതേപോലത്തെ തന്നെ അല്ലേ? ആ വാ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ആ വാട ഇല്ലാടെ ഈ പള്ളിതാ ഇടാ. ഇതാ ഇതിൻ്റെ തൊട്ടിപ്പുറമുള്ള ഒരു ഇതാണ് പഴയ കാലത്തെ. അങ്ങനെ അവിടുന്ന് നമ്മൾ വീണ്ടും പുറത്തിറങ്ങി. ഇനി 2 സ്ഥലത്തും കൂടി കയറാനുണ്ട്. നമുക്കിപ്പോൾ സമയമില്ലല്ലോ, ഇരുടായി. നമ്മൾ ഇവിടുന്ന് വിടാൻ പോയെന്ന് ലക്നോന്ന് പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലും പമ്പ് കണ്ടുപിടിക്കണം ഇനിയല്ലേ. ഇനി ഉത്തരാഖണ്ഡിലേക്കാണ് യാത്ര. അതിലേക്ക് നല്ല എന്താ പറയുക, എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോയിട്ട് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. അതാണ്. ഓ ഇതാട്ടാ വേറൊരു മസ്ജിദ്, ടോംബ് ഓഫ് ഷാ പീർ മുഹമ്മദ്. എന്തായാലും കൊള്ളാം, അടിപൊളി മസ്ജിദാണിത്. സത്യത്തിൽ ആ ഒരു താജ്മഹലിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ടല്ലോ. എന്തായാലും ഇത് പഴയ പള്ളി തന്നെയാന്ന് തോന്നും കേട്ടോ. അവര് ഇവിടെ വെള്ളപ്പൈൻ്റ് മാത്രം അടിച്ചിട്ടുണ്ടല്ലേ, വെള്ളപ്പൈൻ്റ് നല്ലുണ്ട്. ഏതായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ, ക്യാമറ കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് അങ്ങോട്ട് പോയിട്ട് നോക്കാം. എന്തായാലും കൊള്ളാം, അടിപൊളി പള്ളിയാണ്. ഓ അവിടെ നോക്ക്, അടിപൊളി ഒരു പാലമുണ്ട് അല്ലേ, നമ്മളെ കൊൽക്കത്തയിൽ കണ്ടേ നീറ്റ് ക്ലീൻ ആണ് ലക്നോ. എന്തായാലും ഇവിടെ എന്താണ് അതാ കാലവനെയാ അടിപൊളി. ഇത് വഴി തെറ്റൂല. ഇത് സത്യത്തിൽ അത്ര ഇതൊന്നുമില്ല. ഇവിടെ 2 മക്കാമുണ്ടെന്ന് തോന്നുന്നു, മരിച്ച ആൾക്കാരെ കബറിടാൻ തോന്നുന്നു. 2 ആളുള്ളത് പ്രധാനപ്പെട്ട ആൾതാന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട ആരോ കബറിടാണ് അത്. ഇവിടെയുണ്ട് അതേപോലെ തന്നെ. എടാ ഇവിടെ എന്തെല്ലോ പൂട്ടെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ കുറേ ആൾക്കാർ. ഇത് കാണില്ലേ ബിജു, പൂട്ട് വള ഇതെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എന്തെങ്കിലും നേർച്ചയാക്കിയിട്ടോ എന്തെങ്കിലും ഒരു അവരതായിട്ടുള്ള ഇതായിരിക്കും. ഇവിടെയുണ്ട് കബറിടം, വേറെ ഒന്ന്. ഇവിടെയും വേറെ കബറിടമുണ്ട്. എന്തായാലും കൊള്ളാം. അവിടെ കബറിടാന്നറിയില്ല. ഓ അടിപൊളി പള്ളിയാണല്ലേ, പഴയ പള്ളിയാണ് കേട്ടാ. അതായത് നല്ല എന്താ ഉള്ളത് തന്നെ. ഇതെന്നാന്ന് അല്ല എല്ലാം കടല കൂന്തിയെല്ലാം ഉണ്ടല്ലോ. പൂര മീട്ടായ പൂര. അത് മതിയില്ലേ? कितना एक पीस? 2 रुपये एक पीस. 10 रुपये को दियो, 10 रुपये को. നിലക്കടലയുണ്ട്, എള്ളുണ്ടാ. എന്തായാലും കൊള്ളാം, അടിപൊളി തന്നെ. ഓക്കെ എന്നാ പിടി നിലക്കടല എള്ളുണ്ടാ. പോകാ
ശരിക്കും ലക്നോ ഒരു കിടിലൻ ടൗൺ ഉണ്ടടാ ഋഷി. എന്തൊക്കെ കാണാനുണ്ടല്ലേ? ഭയങ്കര ടൗണാണ്. ഒരുപാട് മാർക്കറ്റ് കാര്യങ്ങൾ ഒരുപാട്. ഞാൻ ഒരാളോട് ചോദിച്ചാലും പറഞ്ഞ് കുറെ സാധനങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തരാം. എത്രയും 100 രൂപ കണ്ട പറഞ്ഞത്. 50 രൂപ 50 രൂപ ഒരാൾക്ക് 50 രൂപ. ആ എല്ലാ ടൗൺ മൊത്തം ക്ലിയർ ആയി. പക്ഷേ വൈകുന്നേരം രാത്രിയായി. പിന്നെ നമ്മൾ കാശ്മീരിലേക്ക് പോകുന്നതിന്റെ ഒരു ഇതായതുകൊണ്ട് പിന്നെ നമ്മൾ അധികം അല്ലേ വെച്ച് ലേറ്റ് ആക്കുന്നില്ല. നേരെ അടിപൊളി ബീച്ചിലേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ കാണിച്ച സ്ഥലത്തിന്റെ എന്താ പേര്? പേരെല്ലാം മറന്നു വന്നു. അന്നേരം ഓർമ്മയുണ്ടാവുന്നുള്ളൂ. കാരണം അങ്ങനത്തെ പേരുകളാണ്. കിടലൻ ടൗൺ ആണ്. അതുപോലെ പഴയകാലത്ത് അനുസ്മരിപ്പിക്കുന്ന വിധത്തില്ല കുതിരവണ്ടി. അതാ മുന്നില്ല വേക്കലും കുതിര. കണ്ടാൽ ചാടും കുതിര. സോറി, വെള്ളം കണ്ട നിൽക്കുന്ന കുതിര കാണാ. വെള്ളം കണ്ട നിൽക്കുക. ശരിക്കും ലക്നോ ടൗൺ ഒരു കിടലം സംഭവം അല്ലടാ ഋഷി. ഭയങ്കര സംഭവം. ഒരു രക്ഷയില്ല. രാത്രിയിലെ ഷോ ഇങ്ങനെയാണ്. ഇവള് കൊറേ സമയം യൂട്ടേൺ അടിക്കാൻ പറയുന്നത്. എന്തായാലും യൂട്ടേൺ അടിക്കും നല്ല ഋഷി. യൂട്ടേൺ അടിക്കാൻ സ്ഥലം കിട്ടുന്നില്ല. ഇപ്പൊ ഒരു സ്ഥലം കിട്ടി യൂട്ടേൺ അടിച്ചു. ബാത്റൂം പോയാ? എടാ 5 ഉറുപ്പിക കൊടുത്ത് എനിക്ക് കൊറേ സമയം ഇരുന്നൂടേനു. ഓക്കെ, അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത്. നമ്മൾ ലക്നോയിലെ ടൗണിലാണ് ഉള്ളത്. നമ്മളിനി പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും നല്ലൊരു പമ്പ് പിടിക്കണം. അവിടെ ഹാൾട്ടാകണം. ഉത്തരാഖണ്ഡ് വഴി നമ്മൾ ഈ കാശ്മീരിലേക്ക് പോകുന്നത്. അന്നേരം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ അടുത്തുള്ള ഫാൾട്ടുകളെല്ലാം നിങ്ങൾ കമൻറ്റ് വഴി താഴെ അറിയിക്കുക. ഓക്കെ, അന്നേരം ബൈ ബൈ.